നമസ്കാരം. വലിയ വിമർശനം കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് അറുതി വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ജമ്മു മേഖലയിലെ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾക്ക് പഴയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അടക്കം ഉപയോഗിച്ച .303 റൈഫിളിന് പകരം സെമി ഓട്ടോമാറ്റിക് റൈഫിൾ നൽകി അവരുടെ ആത്മവിശ്വാസം അല്പം കൂടി ഉയർത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണുമായി ആക്രമണത്തിന് എത്തുന്ന ഭീകരവാദികളെ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച കാലഹരണപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ VDGകളുടെ പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ നീക്കം. ദോഡ, കിഷ്ത്വാർ, രജൌരി, പൂഞ്ച്, ജമ്മു എന്നീ വിദൂര പ്രദേശങ്ങളിൽ ഭീകരവാദികളെ നേരിടാൻ ഏറ്റവും പുതിയ ആയുധങ്ങൾ തങ്ങൾക്ക് കൈമാറണമെന്ന് VDGകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഭീകരവാദികളെ വേട്ടയാടാനുള്ള തിരച്ചിലിൽ VDG അംഗങ്ങൾ സാധാരണയായി സുരക്ഷാ സേനയെ സഹായിക്കുന്നുണ്ട്. ഈ അടുത്തിടെ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾക്ക് SLR രൂപത്തിലുള്ള ഏറ്റവും പുതിയ ആയുധങ്ങൾ നൽകാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾക്കിടയിൽ 200-ലധികം SLR റൈഫിളുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ജമ്മു, പൂഞ്ച്, കത്വ, റിയാസി ജില്ലകളിലെ VDGകൾക്ക് ആഭ്യന്തര മന്ത്രാലയം അങ്ങനെ സെമി ഓട്ടോമാറ്റിക് ആയുധങ്ങൾ അനുവദിച്ചു. ഇത് അവരുടെ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുവിലെ അതിർത്തി പ്രദേശമായ ഗാർഖലിൽ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിക്ക് സമീപം താമസിക്കുന്ന വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിൽ വളരെ സന്തുഷ്ടരാണെന്ന് അറിയിച്ചു. അവർ ഇപ്പോൾ പോലീസും സൈന്യവുമായി ചേർന്ന് അതിർത്തിക്ക് സമീപം പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇന്ത്യ പാക് അതിർത്തിയിലെ വേലിക്ക് സമീപം ETV ഭാരതിനോട് സംസാരിക്കവേ സർക്കാർ തങ്ങൾക്ക് ആധുനിക ആയുധങ്ങൾ നൽകിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി VDGകൾ പറഞ്ഞു. പ്രാദേശിക സ്ഥലങ്ങൾ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾക്ക് പരിചിതമായതുകൊണ്ട് സൈന്യം പലപ്പോഴും വനമേഖലയിലടക്കം അവരെയും വഴി തെളിയിക്കാൻ കൂടെ കൂട്ടാറുണ്ട്. കൂടാതെ 600ഓളം വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾക്ക് സുരക്ഷാസേന റൈഫിൾ പരിശീലനം നൽകിയതായും അറിയുന്നുണ്ട്. ഏതായാലും നമ്മളടക്കം കാലഹരണപ്പെട്ട ആയുധവുമായി ഈ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ ഭീകരവാദികളെ നേരിടുന്നതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെമി ഓട്ടോമാറ്റിക് റൈഫിളുകളുമായി അവർക്ക് ഭീകരവാദികളെ നേരിടാൻ കഴിയും എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.